പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവ് ഇങ്ങനൊരു സന്ദർഭം തന്നതോടൊപ്പം ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ അതേ ഉള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് നന്ദി പറയാനേ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല. നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാനൊന്നുമില്ല. പലപ്പോഴും അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധി നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാനില്ല. നമ്മൾ എന്ത് ഡിമാൻഡ് ചെയ്യാം? പിന്നെ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി കരയേറ്റി. ഞാൻ ചിലപ്പോൾ പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിനെടുത്ത് ചെല്ലാൻ ഒരു സിംഹാസനമേ കർത്താവ് ഇവിടെ വെച്ചിട്ടുള്ളൂ. അത് കൃപാസനമാണ്. പ്രതിഫലം തരുന്നൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവെ, ഞാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇന്നതൊക്കെ ചെയ്തു തരണമെന്ന് പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ല. സ്വർഗത്തിൽ നമുക്ക് ആർക്കും നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് ഇല്ല. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും നമുക്ക് ഇല്ല. നമ്മുടെ പ്രതിസന്ധിയുടെ സമയത്ത് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പറയാം, കർത്താവ് എന്നോട് കരുണ കാണിക്കണം. അത്രേ പറ്റുള്ളൂ. വേറെ ഒന്നുമില്ല. അല്ലാതെ നമ്മൾ 40 ദിവസം ഉപവാസം എടുത്തതുകൊണ്ട് അതിന്റെ പേരിൽ കർത്താവ് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് അവകാശപ്പെടാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല. ഉപവാസമൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിന്റെ പേരിൽ ദൈവത്തോടൊന്നും ഡിമാൻഡ് ചെയ്യാനുള്ള അവകാശമൊന്നും നമുക്ക് ഇല്ല. നമ്മൾ പ്രാർത്ഥനയോ ഉപവാസമോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തതോ ഒക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അടുത്തോടെ കൊണ്ട് ചെല്ലാനുള്ള അവകാശമൊന്നും നമുക്ക് ഇല്ല. കാര്യം സ്വർഗത്തിൽ യേശുവിനെ അക്കൗണ്ട് ഉള്ളൂ. ആ യേശുവിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ആ അക്കൗണ്ടിൽ നിന്ന്, യേശുവിന്റെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മളവിടൊന്നും കൊണ്ട് വെച്ചിട്ടൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ചില കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വന്ന് നിങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലയളവിൽ ഒത്തിരി മനോവേദന നമ്മുടെ സഭകളുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സഭ ഒത്തിരി വളരുന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എങ്ങനെയുള്ള വളർച്ചയാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാര്യം നമ്മുടെ വളർച്ച, ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ച പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 അടി 5 ഇഞ്ചേ ഉള്ളു. 5 അടി തികച്ചില്ല. ഇനി ഞാൻ മുകളിലോട്ട് വളരുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായ കാര്യമൊന്നും അല്ല. പിന്നെ വളരുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് വളരും? സൈഡിലോട്ട്. അതെങ്ങനെ ഇരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. അപ്പം അങ്ങനൊരു വളർച്ചയല്ല നമുക്ക് ആവശ്യമുള്ളത്. ക്രിസ്തുവാകുന്ന തലയോളം സകലത്തിലും വളരുവാൻ. അപ്പൊ മുകളിലോട്ടുള്ള വളർച്ച ഉണ്ടെങ്കിലേ സഭയ്ക്ക് വളർച്ച ഉണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ സൈഡിലോട്ടുള്ള വളർച്ച കൊണ്ട് നമുക്ക് ഒരിക്കലും ക്രിസ്തുവിലുള്ള വളർച്ചയായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. നമ്മൾ യേശു ക്രിസ്തുവിനോട് എത്ര അടുക്കുന്നു, എത്രത്തോളമായി യേശുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരായി തീരുന്നു. Our church is not growing. Church is growing not when our church hall is full of people, but the church is growing when the people in the church are filled with Jesus. സഭാ ഹാളിൽ ആള് കൂടുന്നത് ഞാൻ എതിരൊന്നുമല്ല. എനിക്ക് ആളുള്ളത് സന്തോഷമാണ്. നമുക്ക് എല്ലാവർക്കും സന്തോഷം. ആൾക്കാർ സന്തോഷമില്ലാത്തത്. പക്ഷെ സഭാ ഹാളിൽ ആള് കൂടുന്നതല്ല സഭാ വളർച്ച. സഭയിലുള്ളവരിൽ യേശു നിറയുമ്പോഴാണ്, സഭാ ഹാള് നിറയുമ്പോഴല്ല, സഭയിലുള്ളവരിൽ യേശു നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സഭ വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതില്ലാത്ത വളർച്ച കാണുമ്പോൾ ഈ നമ്മള്
യെരൂശലേം ദേവാലയം രണ്ടാമത് പണിയുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ആദ്യത്തെ ആലയത്തിന്റെ മഹത്വം കണ്ടവര് ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? കരഞ്ഞു. അല്ലാത്തവരെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ആർപ്പെട്ടു. ഈ ഒരു അവസ്ഥ ഇന്നിപ്പോ വാസ്തവത്തിൽ സംഭവിക്കുന്നുണ്ട്. പെന്തക്കോസ്തിന്റെ ആദ്യ കാലയളവിലെ ആത്മീക വളർച്ച കണ്ടിട്ടുള്ളവർക്ക് ഇന്നത്തെ വളർച്ച എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ സങ്കടം. അല്ലാത്തവർക്ക് പറയാം, നമുക്ക് അതുകൊണ്ട് ഇതുകൊണ്ട്, അവര് നമ്മുടെ മീറ്റിങ്ങിന് വന്നു, ഇവര് നമ്മുടെ മീറ്റിങ്ങിന് വന്നു, പ്രശസ്തരായ വർഷിപ്പ് ലീഡേഴ്സ് ആണ്, മറ്റാണ് മറിച്ചാണ്, അത് നമുക്ക് ഓരോന്ന് പറയാം. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല പെന്തക്കോസ്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട ജീവിതം ജീവിക്കാൻ ജനങ്ങളെ ഒരുക്കാനായിരുന്നു എല്ലാ കാലയളവിലും നമ്മുടെ പിതാക്കന്മാര് പരിശ്രമിച്ചത്. അതിലേക്കൊരു മടങ്ങിപ്പോക്ക് വളരെ അത്യാവശ്യം. പണ്ട് ഞങ്ങൾ ഗുഡ് ന്യൂസിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, നമുക്ക് ആവശ്യമുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു നവീകരണമല്ല, ഒരു പൂർവീകരണമാണ്. നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നവീകരണത്തെക്കാൾ ആവശ്യമുള്ളത് ആ പഴയതിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ്. പഴയതിലേക്ക് ഒരു പൂർവീകരണം. പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയായിരുന്നു, അതിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാണ് വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിരിക്കും. അവിടെ ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാനിവിടെ ചാടാനും പറയാനും ഒന്നും പോകുന്നില്ല, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മേശപ്പുറത്ത് അടിക്കുമ്പോൾ ആരെങ്കിലും സ്വതന്ത്രം പറയാതിരുന്നാൽ മിക്കവാറും നിങ്ങൾ പോകുന്ന പോലെ ഒരു സ്വതന്ത്രം പറയാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് സ്വതന്ത്രം പറയണമെന്നുള്ളവര് ദൈവവചനം കേട്ട് പറഞ്ഞോളൂ. അല്ലാതെ പിന്നെ എനിക്കത് പറഞ്ഞില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രത്തിനനുസരിച്ച് എനിക്ക് പ്രസംഗമൊന്നും മാറത്തൊന്നുമില്ല. നിങ്ങൾ ആരും സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും, അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് ആരുടെയും കയ്യടിയോ സ്വതന്ത്രമോ ഒന്നും എനിക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. കാരണം ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, എനിക്കത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് പിന്നെ വേറെ ആരുടെയും പ്രോത്സാഹനമൊന്നും വലിയ അത്യാവശ്യമൊന്നും ഇല്ല. കാരണം വചനമില്ലാത്തവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലേ ചിലപ്പം ഇതൊക്കെ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വചനം, അത് ദൈവം നൽകിയ വചനം, കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ, അത് നമ്മളല്ല വാസ്തവത്തിൽ, അത് ഞാൻ പോലും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരൊക്കെയാണെന്നുള്ള എൻ്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ അവർക്ക് സന്തോഷിപ്പിക്കുന്ന, നമ്മൾ പറയുമല്ലോ സന്തോഷിപ്പിക്കുന്ന വചനം, ഞാനത് സന്തോഷിപ്പിക്കുന്ന വചനം പറയാനൊന്നുമല്ല വന്നത്. എനിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ സാക്ഷി പറയുമ്പോൾ പറയാനുള്ള കാര്യമുണ്ട്, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഈ വേദപുസ്തകത്തിൽ സന്തോഷിപ്പിക്കുന്ന വചനമേ ഉള്ളോ? ആരും പറഞ്ഞു കേട്ടില്ല. കഴിഞ്ഞ ആഴ്ച എന്നെ കീറി മുളിച്ച ഒരു വചനം വായിച്ചുകൊണ്ടിരുന്നോളാമെന്ന് ആരും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് രൂപാന്തരം ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച എന്നെ മാറ്റിമറിച്ച, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച, എന്നെ രൂപാന്തരപ്പെടുത്തിയ ഒരു വചനം, ഇതൊക്കെ ഞാൻ കേൾക്കുന്നില്ല. എല്ലാവർക്കും എന്തേ ഉള്ളൂ? അത് മിക്കവാറും അവിടെ ഇരുന്നുള്ള വേദോസം നോക്കിയതോ, അവരെ വേദോസം വായിക്കാതെ പോലും ചിലപ്പോ. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് വേദോസം വായിച്ചോളെന്ന് കൈവക്കും. ഇന്ന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, കൈ വെക്കാത്തവർക്കായിട്ട് ഞാൻ സ്വതന്ത്രം ചെയ്യുന്നു, കള്ളം പറഞ്ഞിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കള്ളം പറയരുത്. വായിച്ചില്ലെങ്കിൽ വായിച്ചില്ല, പക്ഷെ വായിക്കാതിരിക്കുമ്പോൾ കള്ളം പറയാൻ പാടില്ല. നമുക്ക് ദൈവവചനം ഇന്നൊരു എന്താണ്, നമ്മളെ ത്രസിപ്പിക്കുന്ന, ഇന്ന് ഭക്ഷണം കഴിക്കാത്തവരൊന്ന് കൈവക്കിക്കുക. ഇന്ന് ഭക്ഷണം കഴിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? എല്ലാവരും കൈവക്കും. അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മൾ മറക്കാതെ കൊടുക്കും. പക്ഷേ നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മൾക്ക് കൊടുക്കുന്നില്ല. പണ്ട് കാലത്ത് ഒരു പെന്തക്കോസ്ത് സഭയിൽ ചെന്നിട്ട് ഇന്ന് വേദപുസ്തകം വായിക്കാത്തൊരു കൈവക്കാൻ പറഞ്ഞാൽ ഒരാളും കൈവക്കത്തില്ല. കാര്യം വേദപുസ്തകം വായിക്കാത്ത ഒരവസ്ഥയെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ കഴിയില്ല. പണ്ടൊക്കെ പിള്ളേർ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചോറ് കൊടുക്കത്തില്ല, ഇല്ലേ? ഇന്ന് എത്ര പേര് പിള്ളേരോട് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് വേദോത്സവം പഠിക്കണമെന്ന്, വായിക്കണമെന്ന്? എത്ര ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്? ഞാൻ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ, നിങ്ങൾക്കറിയാമല്ലോ, ആഫ്രിക്കയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അവർക്ക്, ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ ഒത്തിരി പ്രോബ്ലംസ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആഫ്രിക്കയിലെ മിക്ക വിശ്വാസികളും അവർക്ക് വേദോത്സവം അറിയത്തില്ല, ഉപദേശങ്ങൾ അറിയത്തില്ല.
അവർ പാപം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പാപം ചെയ്യുന്നത് പാപമാണെന്ന് പോലും അറിയാതെയാണ്. പക്ഷെ നമ്മൾ പാപം ചെയ്യുന്നത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ വളരെ ജെന്യുവിനാണ്. ഞാനിപ്പോൾ 9 വർഷമായിട്ട് ആഫ്രിക്കയിലാണ്. ഞാൻ ആഫ്രിക്കയിലാണ് താമസിക്കുന്നത്. എനിക്ക് ആ ജനങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. അവരെ ബേസിക്സ് പഠിപ്പിച്ചാലേ പറ്റുള്ളൂ, വളരെ ബേസിക്സ് പഠിപ്പിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് എവിടെ ചെന്നാലും ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇന്ന് വേദോസം വായിച്ചൊരു കൈവക്കാൻ. എനിക്ക് ഒരു വേദോസം വായിച്ചില്ല. വേദോസം കയ്യിലില്ലാത്ത ഒത്തിരി പേരുണ്ട്, വേദോസം ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. പലർക്കും അത് അഫോർഡബിൾ അല്ല. വേദോസം വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ അല്ല. അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമൊന്നുമല്ല, ആരും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്നും അവിടെ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ വന്ന് നമ്മളുടെ ഇടയ്ക്കും ഇല്ല, നമ്മുടെ ഇടയ്ക്കും ചോദിക്കുന്നില്ല. നമ്മൾ നമ്മുടെ മക്കളോട് ചോദിക്കുന്നില്ലല്ലോ വേദോസം വായിച്ചു വയ്ക്കുമോ, നീ ദിവസം വായിച്ചോളാം പിള്ളേരോട് എത്ര പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ വഴക്ക് പറയാൻ തന്നെയാണ് വന്നത്, അല്ലാതെ വല്ലവരെയും കുറിച്ച് ചിലപ്പം ഉപദേശിമാരൊക്കെ പറയുമല്ലോ, ഞാനിതൊന്നും നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അതൊന്നുമല്ല, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെ, അല്ലാതെ ആരെ ഉദ്ദേശിച്ച് വേറെ എല്ലാവരും ഉദ്ദേശിച്ചാണെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളെ ഉദ്ദേശിച്ചാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ഖത്തറിലെ സഭയിലെ വ്യക്തികളോടാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതൊന്നുമല്ല. നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ആവശ്യമാണെന്ന് പോലും തോന്നാതെ കുടുംബ പ്രാർത്ഥനയില്ലാതെ. ഞാനവിടെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന്, ഓഫ് കോഴ്സ് ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം, ബൈബിൾ പഠിപ്പിക്കാനാണ് ഞാൻ അവിടെ പോയിരിക്കുന്നത്. സഭകളുടെ കാര്യം ഞാൻ പറയും. 2, കുടുംബ പ്രാർത്ഥന. മറ്റെങ്ങും കേട്ടിട്ടില്ലാത്തതുപോലെ ഇന്ന് കുടുംബ തകർച്ചകൾ നമ്മൾ കാണുന്നു. പണ്ടൊക്കെ ഒരു ഡിവോഴ്സ് നടന്ന ഉടനെ തന്നെ നമ്മൾ പറയുമായിരുന്നു, ഓ അതൊക്കെ അങ്ങ് അമേരിക്കയിൽ അല്ലെ, സാധാരണ നമ്മൾ പറയുന്നത് അതൊക്കെ അങ്ങ് അമേരിക്കയിൽ, ഇന്ത്യയിലൊന്നും നടക്കുന്നില്ല. ഇന്ത്യയിലും ഡിവോഴ്സ് നടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയ്ക്ക്. അപ്പോഴും നമ്മൾ പറഞ്ഞില്ല ക്രിസ്ത്യാനികളിലേക്ക് നടക്കുമെന്ന് പറഞ്ഞില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പം ക്രിസ്ത്യാനികളിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ സമുദായക്കാർ. പക്ഷെ ഇന്ന് സമുദായക്കാരുടെ ഇടയ്ക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട് വിശ്വാസികളിടയ്ക്ക്. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാന കാരണം കുടുംബ പ്രാർത്ഥന, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ജീവിക്കുക. ഞാൻ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്തൊക്കെ പോയാൽ മതി. വലിയ വലിയ തീരുമാനമൊന്നും എടുത്തില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ കുടുംബ പ്രാർത്ഥന നടത്തും. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കിടക്കാൻ നേരം കോട്ടുവായി ഇട്ടുകൊണ്ടൊരു പ്രാർത്ഥിക്കുന്നൊന്നുമല്ല കുടുംബ പ്രാർത്ഥന. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവവചനം വായിച്ച് ഡിസ്കസ് ചെയ്ത് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന, സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് കുടുംബ പ്രാർത്ഥന. അല്ലാതെ ചില്ലറ കാര്യമൊന്നുമല്ല, സമർപ്പിക്കുന്നു, ഒരു സമർപ്പണം. എവിടെയായിരുന്നു സമർപ്പണം? എന്റെ 3 മക്കളും രക്ഷിക്കപ്പെട്ടത് കുടുംബ പ്രാർത്ഥനയിലാണ്. അതിൽ ആദ്യത്തെ മോള് രക്ഷിക്കപ്പെടുന്നത് കുടുംബ പ്രാർത്ഥനയിൽ. അവർക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ്. 3.5 വയസ്സുള്ളപ്പോൾ ചുമ്മാ കൈപോക്കിയതൊന്നുമല്ല. വേദോത്സവം വായിച്ച് കൊലോസി ലേഖനം 3-ാം അധ്യായം വായിച്ച് ഞാനില്ലാഞ്ഞിട്ട് അവളെ കുടുംബ പ്രാർത്ഥന നടത്തി. എന്റെ വൈഫ് വായിച്ച് അവളെ വായിച്ച് കേൾപ്പിച്ചുള്ളൂ. 3.5 വയസ്സുള്ള കുഞ്ഞിനെ വായിച്ച് അവൾക്കൊരു മനസ്സിലാവും. കൊച്ചി ചോദിച്ചു, അമ്മേ എന്തുവാ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ തനിക്ക് എന്ന് വെച്ചാൽ എന്തുവാ? അവള് കൊത്തയായിട്ടാണ് ചോദിച്ചത്. പറയാൻ പോലും എനിക്ക് അറിയത്തില്ല എന്തോ പറയേണ്ടത്, എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളങ്ങനെ പറയും, സാധാരണ രീതി നമ്മൾ പറയും അതൊക്കെ അങ്ങനെയൊക്കെ. നമ്മൾ അങ്ങനെയല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്റെ വൈഫ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവളുടെ ഭാഗത്തുനിന്ന് നോക്കി കുഞ്ഞിന്റെ രീതിയിൽ വേണ്ടേ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജെസ്സി പറഞ്ഞു, മോളെ നീ പുറത്ത് പോയി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ സ്വെറ്റ് ചെയ്യത്തില്ലേ? സ്വെറ്റ് ചെയ്യും, നിനക്ക് ഇഷ്ടമാണ്? അല്ല, സ്മെൽസ് ബാഡ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അവള് പറഞ്ഞു, അപ്പൊ നീ എന്നാ ചെയ്യും? അപ്പം ഐ വിൽ ആസ്ക് മമ്മി ടു ഗിവ് മി എ ബാത്ത്. എന്നെ കുളിപ്പിക്കാൻ പറയും. കുളിപ്പിക്കാൻ നീ നിന്റെ പഴയ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം എടുക്കുക, അത് ഞാൻ ഊരി കളയും, ബാസ്കറ്റിനകത്ത് കളയും, പിന്നെ നനയ്ക്കാൻ എടുക്കുമായിരിക്കും. എന്നെ പറഞ്ഞു, എന്നിട്ട് കുളിച്ചു കഴിയുമ്പോൾ പോയിട്ട് പിന്നെ അത് എടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല, സ്മെൽസ് ബാഡ്. അപ്പൊ എന്ത് ചെയ്യും? മമ്മി വിൽ ഗിവ് മീ എ ന്യൂ ക്ലോത്ത്, സ്മെൽസ് ഗുഡ്. അവൾ പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാഭാവികമായി ജീവിക്കുമ്പോൾ പലവിധ പാപങ്ങളൊക്കെ ചെയ്ത്, ഇറ്റ്സ് ലൈക്ക് സ്വെറ്റിംഗ്, യു നോ, we other people smells us bad and even we feel bad and even Jesus doesn't like it. So what you can do is just going to Jesus and asking him to wash, to give a bath. കർത്താവ് നമ്മളെ ക്ലെൻസ് ചെയ്താൽ പിന്നെ ഒരിക്കലും പഴയ നമ്മുടെ ലൈഫിലോട്ട് പോകരുത്. ജീസസ് വിൽ ഗിവ് യു എ ന്യൂ ലൈഫ്. കരഞ്ഞുകൊണ്ട് കൂട്ടുകാരോട് വഴക്കുണ്ടാക്കിയതും
വല്യമ്മച്ചി പറഞ്ഞപ്പോൾ അനുസരിക്കാത്തത് നോക്കി അവിടെ പോയി ക്ഷമ പറഞ്ഞു. കൂട്ടുകാരിയോടും വല്യമ്മയോടും ഒക്കെ പോയി ക്ഷമ പറഞ്ഞു. കർത്താവിനെ സ്വീകരിച്ചു 3.5 വയസ്സിൽ. കുടുംബ പ്രാർത്ഥന നടന്ന കാര്യമാണ്. കുടുംബ പ്രാർത്ഥന നമുക്കിവിടെ കുടുംബ പ്രാർത്ഥന. ഒന്നാമത്തെ കാര്യം ഈ TV എന്ന് പറയുന്ന കുന്തനാണ്ട് ഒന്ന് മാറ്റി വെക്കണം. പിന്നെ രണ്ടാമത് ഈ സാധനം ഇത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ കളയല്ല. പക്ഷേ ഇതിനൊക്കെ കൊടുക്കേണ്ട പ്രാധാന്യമുണ്ട്, കൊടുക്കേണ്ട സമയമുണ്ട്. ഞാനിവിടുത്തെ ചെന്ന സമയത്ത് അവിടുത്തെ ഒരാൾ പറഞ്ഞു, അച്ഛാ ഈ വീട്ടമ്മമാരുടെ മൊബൈൽ ഭ്രാന്തനെ കുറിച്ചുള്ളൂ ഒന്ന് പറഞ്ഞേങ്ങളെ. വീട്ടമ്മമാരുടെ, അല്ലാതെ പിള്ളേരുടെ അല്ല. മൊബൈൽ ഫോണിൽ ആ മുഴുവൻ സമയവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ പിള്ളേരുടെ കയ്യിലും എല്ലാവരുടെയും മൊബൈൽ ഫോണും ഇരുന്ന് കുടുംബത്തിന് വേണ്ടി സമയം കൊടുക്കാനില്ല. എന്തൊരു ലൈഫായത്. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? നമ്മൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്, നമ്മുടെ ആത്മീയതയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് സംഭവിക്കാതിരിക്കണം. ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത്. ഇതൊക്കെ ഇങ്ങനെ നിന്ന് പറയത്തേ ഉള്ളൂ, അലക്കുകയും വിളിക്കുകയൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതമാണ്. കുഞ്ഞുങ്ങളെ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനത്തിൽ വളർത്തണം. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. വേദോത്സവം അവരെ പഠിപ്പിക്കണം. വേദോത്സവത്തിന്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കണം. വക്രതയും കോട്ടമുള്ള തലമുറയിൽ അവർ അനിന്ദീര പരമാർത്ഥികളുമായി ജീവിക്കണമെങ്കിൽ വേദോത്സവം അറിയണം, ബൈബിൾ അറിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേദോത്സവം പഠിപ്പിക്കണം. ഇന്ന് ഞാൻ just want to read a passage. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 21:28, എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിന് അനുതപിച്ചവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗത്തിൽ 2 മക്കളെ നമ്മൾ കാണുക. ആദ്യത്തെ ചെറുക്കൻ, ഒരു പക്ഷേ നമ്മളിപ്പം പറയുന്നതനുസരിച്ച് 2 പിള്ളേരും 2 മുറിയിലിരുന്ന് അല്ലെങ്കിൽ TV-യിൽ ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചു. അന്നേരം അവൾ അപ്പൻ വന്നിട്ട് പറയുന്നത്, മോനെ, നീ കടയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചോണ്ട് വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. ഇതൊക്കെയാണല്ലോ നമ്മൾ ഇന്നത്തെ സാഹചര്യം. അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ പോയി അധ്വാനിക്കുക. അത് പറഞ്ഞപ്പോൾ ആദ്യത്തെ ചെറുക്കൻ പെട്ടെന്ന് ആലോചിച്ചു, പിന്നെ ക്രിക്കറ്റിന്റെ ഫൈനലാണ്, അന്നേരം അപ്പൻ ഐ ആം ലൂസിങ് മൈ പ്ലഷേഴ്സ്, സോ ഐ ലൈക്ക് ഇറ്റ്. എന്റെ സുഖങ്ങൾ അല്ലെങ്കിൽ എന്റെ പ്ലഷേഴ്സ് നഷ്ടപ്പെടുത്തുന്ന കാര്യം ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്ന് അവൻ നേരെ പറഞ്ഞു. അവൻ പറഞ്ഞു, എന്നെ കൂടെ പറ്റത്തില്ല, ഐ കനോട്ട് ഗോ. എടുത്തടിച്ചു പോലെ അവൻ പറഞ്ഞു, ഐ കനോട്ട് ഗോ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ആലോചിച്ചു, അയ്യോ, ഞാൻ ആരോടാണ് സംസാരിച്ചത്? അപ്പനോടല്ലേ? പപ്പായ്ക്ക് എന്തൊരു സങ്കടമായിരിക്കും. ഞാനത് ചെയ്ത് ശരിയായോ? അപ്പനൊന്നും മിണ്ടാതെ തിരിച്ചു പോവുക. അപ്പനൊന്നും മിണ്ടാതെ. പഴയ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മകൻ അപ്പനെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. കൊച്ചു കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ അപ്പനത് ചെയ്യാം. പക്ഷെ അപ്പനൊന്നും ചെയ്തില്ല. അടുത്ത മോൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഞാൻ പോകാം അപ്പ. പോകാം അപ്പ എന്നല്ല ശരിക്കും പറയുന്നത്, ഐ വിൽ ഗോ സർ. സർ എന്നാണ് വിളിക്കുന്നത് അപ്പനെ. ഞാൻ പോകാം യജമാനനെ എന്നാ പറയുന്നത്. ആൻഡ് ഐ ഗോ സർ. ഞാൻ പോകാം അപ്പ എന്നാണ് അവൻ മലയാളത്തിൽ വന്നിരിക്കുന്നത്. അല്ല, ഞാൻ പോകാം അപ്പ എന്നവൻ പറഞ്ഞു. ഉത്തരം പറഞ്ഞു. പോയില്ല. പോകാം അപ്പ എന്നല്ല പറയുന്നത്. അവന്റെ റെസ്പെക്ട് അവൻ അങ്ങ് കാണിക്കുകയാണ്. സർ, ഏമാനെ, ഞാൻ പൊക്കോളാം, ഞാൻ പോകാം. പക്ഷെ പോയില്ല. അവൻ പോകത്തില്ലെന്ന് തീരുമാനിച്ചു. പോകുന്നില്ലെന്ന് പിന്നെ തീരുമാനിച്ചൊന്നുമല്ല. അവൻ പക്ക കളിപ്പീരുകാരനാണ്, കള്ളനാണ്. അവൻ അഭിനയിക്കുക. അവൻ പോകത്തില്ലെന്ന് അവന്റെ മനസ്സിലറിയാതെ. എന്നിട്ടും അവൻ പറഞ്ഞെന്താണ്?
പോകാം യജമാനനെ, പോകാം, I will go sir. മറ്റവനെ സംബന്ധിച്ചിടത്തോളം മറ്റവൻ ഈ രണ്ടുപേരും ചെയ്തത് തെറ്റാണ്. രണ്ടുപേരും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. രണ്ടുപേരും ചെയ്തത് തെറ്റാണ്. പക്ഷെ ആദ്യത്തവന് ഉണ്ടായ പ്രത്യേകത, അവനൊരു അനുതാപം ഉണ്ടായി. പിന്നീട് അവൻ എന്ത് ചെയ്തു? അനുതപിച്ചു. അതാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ആഫ്റ്റർവേർഡ് ഹി റിഗ്രറ്റഡ് ആൻഡ് വെന്റ്. അവൻ റിപ്പന്റ് ചെയ്തു, അവൻ അനുതപിച്ചു. അതുകൊണ്ട് അവന്റെ അനുതാപമാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവൻ ചെയ്തത് തെറ്റാണെന്നല്ല, ശരിയാണെന്നല്ല പറയുന്നത്. അവൻ ചെയ്തത് തെറ്റാണ്. രണ്ടുപേരും ചെയ്തത് തെറ്റാണ്. രണ്ടുപേരും മരണശിക്ഷയ്ക്ക് യോഗ്യരാണ്. ഒരുത്തൻ റിബല്യസ് ആയിരുന്നു, ഒരുത്തൻ he was pretending. അവൻ പ്രിട്ടൻഡ് ചെയ്യുകയാണ്, അവൻ അഭിനയിക്കുകയാണ്. അവൻ ആത്മീകനാണെന്ന് അവൻ അഭിനയിക്കുകയാണ്. അപ്പനെ കളിപ്പിക്കുക അവൻ ചെയ്തു. അപ്പനെ കളിപ്പിക്കുക. ആദ്യത്തവൻ അപ്പനോട് മത്സരിച്ചു, രണ്ടാമത്തവൻ അപ്പനെ കളിപ്പിച്ചു. പക്ഷെ ആദ്യത്തവന് റിപ്പൻഡൻസ് ഉണ്ടായി, അനുതാപം ഉണ്ടായിട്ട് അവൻ ആലോചിക്കുക, ഞാൻ എൻ്റെ അപ്പനോട് അങ്ങനെ സംസാരിച്ചത് ശരിയാണോ? ഒരിക്കലുമല്ല. അവന് കരച്ചിൽ വന്നു പോയി. അവൻ TV ഓഫ് ചെയ്തു, അവനെല്ലാം കളഞ്ഞു. അനുതാപം ഉണ്ടായത് മാത്രമല്ല, അനുതാപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനുതാപം ഉണ്ടായി കരഞ്ഞേച്ച് പോയിട്ട് യാതൊരിടത്തുമില്ല. നമുക്കൊക്കെ അനുതാപം ഉണ്ടാകുന്നത് സഭാഹോളിൽ വെച്ച് ചിലപ്പോൾ ചൊല്ലി ഇങ്ങനെ കരയുന്നതാണ്. കരയരുതെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, കരയുന്ന കുഴപ്പമില്ല. പക്ഷേ കരഞ്ഞേ ചെണീറ്റ് പോകുമ്പോൾ രൂപാന്തരപ്പെട്ടോണ്ട് വേണം പോകാൻ. അല്ലാതെ പിന്നെയും പഴയത് കാണിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് യാതൊരു അർത്ഥവും ഇല്ല. അനുതാപം തെളിയിക്കുന്നത് സഭാഹോളിലല്ല, അനുതാപം തെളിയിക്കുന്നത് കണ്ണീരിലല്ല, അനുതാപം തെളിയിക്കുന്നത് അവന്റെ പ്രവൃത്തിയിലാണ്. അവൻ എന്ത് ചെയ്തു? അവൻ നേരെ അപ്പന്റെ ആ മുന്തിരിത്തോട്ടത്തിൽ ചെന്നു. എന്റെ പൂർണ്ണമായ വിശ്വാസം അവൻ ഡബിൾ പണി ചെയ്തതാണ്. അവൻ ചെയ്യാവുന്നതിന്റെ without any rest, he was not ready to take rest because he just wanted to please his father and he repented. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന, എന്റെ അപ്പനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് വെച്ച് അവൻ അന്ന് ഇരട്ടിപ്പണി ചെയ്തതാണ്. ഇരട്ടിപ്പണി. അവന്റെ ശരീരം നുറുങ്ങുമാറ് അവൻ പണിയെടുത്തതാണ്. അവന് വേറെ ഒന്നുമില്ല. അവൻ വെള്ളം കുടിക്കാൻ പോലും കയറി കാണത്തില്ല. അത്രയ്ക്കും അത്യാധ്വാനം ചെയ്തു. കാര്യം അവന്റെ ബോധ്യം അതാണ്, ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനോട് അങ്ങനെ പറയരുതാണ്. റിപ്പന്റ് ചെയ്ത അപ്പനാണ് ദൈവത്തിന് പ്രസാദമുള്ള അപ്പൻ. റിപ്പന്റ് ചെയ്ത മകനാണ് അപ്പന് പ്രസാദമുള്ള മകൻ. റിപ്പന്റ് ചെയ്തു. അതിനുശേഷം കർത്താവ് പറയാണ്, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ്? അവര് ചുങ്കക്കാരും വേശ്യയും ആയിരുന്നത് കൊണ്ടാണോ? ആണോ? പറ. അല്ല. എന്തുകൊണ്ടാ? അവർ റിപ്പന്റ് ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ താഴെ വന്ന് യോഹന്നാൻ നീതിമാർഗം, വേഴ്സ് 32, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. അനുതപിച്ചു എന്നുള്ളതാണ് ചുങ്കക്കാരന്റെയും വേശ്യകളുടെയും പ്രത്യേകത. അല്ലാതെ സ്വർഗം ചുങ്കക്കാർക്കും വേശ്യകൾക്കുമായിട്ട് തുറന്നിട്ടേക്കാണെന്നല്ല അതിന്റെ അർത്ഥം. പാപം ചെയ്താൽ കുഴപ്പമില്ലെന്നല്ല ഇതിന്റെ അർത്ഥം. കർത്താവ് തന്നെ പറഞ്ഞു, ചുങ്കക്കാരും വേശ്യകളും ആ സ്വർഗത്തിൽ പോകുന്നെന്ന് പറഞ്ഞ് പറയുന്നത്. ചുങ്കക്കാരും വേശ്യകളും സ്വർഗത്തിൽ പോകുന്നല്ല കർത്താവ് പറഞ്ഞത്. എന്ത്? അനുതപിക്കുന്ന ചുങ്കക്കാരൻ, അനുതപിക്കുന്ന വേശ്യ, ജീവിതം മാറ്റിയ വേശ്യ അല്ലെങ്കിൽ ചുങ്കക്കാരൻ ജീവിതം, അതായത് he was repenting and he was coming back. അവൻ അനുതപിക്കുകയും മടങ്ങി വരികയും ചെയ്തു. അനുതപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, കരഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇന്നത്തെ ഒരു വലിയ അപകടമാണ്, പ്രാർത്ഥിക്കുമ്പോൾ 2 തുള്ളി കണ്ണീരെങ്ങാനും കണ്ണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓ എന്തൊരായി, ഇന്നൊന്ന് കരയാൻ പറ്റി ബ്രദറെ. ആ കരച്ചിൽ കൊണ്ട് കാര്യമില്ല. ഇറങ്ങിയിട്ട് വേണം ഈ കരച്ചിൽ രൂപാന്തരപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ. രൂപാന്തരമില്ലാത്ത കരച്ചിൽ ദൈവസന്നിധിയിൽ ഒരു വിലയുമുള്ളതല്ല, ഒരു വിലയുമില്ല. കരയുന്നത് നല്ല കാര്യം,
കാര്യം അപ്പനെ വേദനിപ്പിച്ചവൻ തീർച്ചയായും കരയും. അപ്പനെ വേദനിപ്പിച്ചു എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കരയും. ദൈവസന്നിധിയിൽ നമ്മുടെ റിബല്യസ്നെസ് കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ മത്സരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാഞ്ഞതിന്റെ കാര്യം ഓർക്കുമ്പോൾ, ചെയ്യരുതാത്തത് ചെയ്ത കാര്യം ഓർക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യും? കരയും. പക്ഷേ കരച്ചിൽ കൊണ്ട് തീരുന്ന അനുതാപമല്ല. അത് പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം, പ്രവൃത്തി നടക്കണം. അല്ലെങ്കിൽ അത് അഭിനയമാണ്. ഇവിടെ 2 മക്കൾ, 1 അനുതപിക്കുന്ന മകൻ, 2 അഭിനയിക്കുന്ന മകൻ. അനുതപിക്കുന്ന മകനും അഭിനയിക്കുന്ന മകനും. കർത്താവ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും മൂപ്പന്മാരെയും ഓർത്തോണ്ട, അല്ലെങ്കിൽ അവരോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അവരോട് പറയണം, നിങ്ങൾ അനുതപിച്ചില്ല. ചുങ്കക്കാരും വേശ്യകളും അനുതപിച്ചു, നിങ്ങൾ അനുതപിച്ചില്ല. ഇന്നും പറ്റിയിരിക്കുന്ന പ്രശ്നം അതാ. ഇന്നും റിലീജിയന്റെ പേരിൽ, പെന്തിക്കോസ്ത് മതത്തിന്റെ പേരിൽ നിൽക്കുന്നവൻ എല്ലാം കാണി. അവൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവൻ കടന്നു വരുന്നു, പാട്ട് പാടുന്നു, തുള്ളുന്നു, ചാടുന്നു, അനുതപിക്കുന്നില്ല. അനുതാപമില്ലാത്ത പെന്തിക്കോസ്തുകാരന് യാതൊരു രീതിയിലും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. അവൻ പെന്തിക്കോസിൽ വന്നതുകൊണ്ടോ, ജനിച്ചതുകൊണ്ടോ, വളർന്നതുകൊണ്ടോ, പാട്ട് പാടിയത് കൊണ്ടോ, പ്രസംഗിച്ചത് കൊണ്ടോ. പാട്ട് പാടുന്നതിന് മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, പ്രസംഗിക്കുന്നതിന് കുറ്റം പറയണം. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ 40 വർഷത്തേക്ക് കൂടുതലായിട്ട് പ്രസംഗിക്കുന്നു, 42 വർഷമായിട്ട് പ്രസംഗിക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽക്ക് ചെല്ലുമ്പോൾ ഇവൻ 42 കൊല്ലം പ്രസംഗിച്ചതല്ലയോ, എന്നാൽ കയറി പോകണമെന്ന് അവിടെ പറയത്തില്ല. അവിടെ കയറി പോകണമെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലേ കയറി പോകാൻ പറ്റുള്ളൂ. യേശുവിനെ സ്വീകരിച്ചതാണ് എന്റെ തുടക്കം എന്നുള്ളത് ശരിയാണ്. ഓഫ് കോഴ്സ് ഐ എം ബോൺ അഗെയിൻ. പക്ഷേ ഹൗ ഐ ലിവ്ഡ്. പ്രസംഗം കൊണ്ട് കാര്യമില്ല, പ്രവചനം കൊണ്ട് കാര്യമില്ലല്ലോ. നല്ല സുവിശേഷ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ. കർത്താവ് പറഞ്ഞു, ഇതൊന്നും വെച്ചോണ്ടൊന്നും നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോയി. അധർമ്മം പ്രവർത്തിക്കുന്നവൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവനുള്ളത് തീപ്പൊയ്കയാണ്. അത് പെന്തിക്കോസുകാരനാണെങ്കിലും, ഉപദേശിയാണെങ്കിലും, ക്രൂസൈഡ് പ്രീച്ചർ ആണെങ്കിലും, പ്രവാചകനാണെങ്കിലും, ആരാണെങ്കിലും അധർമ്മം പ്രവർത്തിക്കുന്നവനുള്ളത് തീപ്പൊയ്ക. എന്നാൽ അഭിനയിക്കുന്ന മകനാകുന്നതിന് പകരം നമ്മൾ ആരാകണം? അനുതപിക്കുന്ന മകനാകണം. അനുതപിക്കാത്തവന് അവനിൽ നിന്ന് ദൈവം അവന് കൊടുത്തിരിക്കുന്ന ദൗത്യം എടുത്തു കളയും എന്നാണ് ഇവിടുത്തെ ഈ അധ്യായം. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് നമുക്ക് മൊത്തം കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ അവിടെ ഈ അധ്യായം വായിക്കുമ്പോൾ പലതരത്തിലുള്ള ഉപമകൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ആദ്യം നടക്കുന്നത് ദേവാലയത്തിന്റെ ജീസസ് വാസ് ക്ലെൻസിങ് ദ ടെമ്പിൾ. അവൻ ദേവാലയം ശുദ്ധീകരിക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. 12-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ ചെന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി, പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെയും പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അവിടെ തൊട്ടാണ് ഈ കല്ലുകടി തുടങ്ങിയത്. അന്നേരം തന്നെ പുറത്താക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുരുഷാരം ഹോശന്ന പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പുരുഷാരത്തെ പേടിച്ച് യേശുവിനെ അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം അവൻ പള്ളിയിൽ ഉപദേശിക്കാൻ വന്നപ്പോഴാണ്, നീ എന്ത് അധികാരം കൊണ്ട്, ഇല്ലേ, താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മള് അതിനുശേഷം നടക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അവൻ 23-ാം വാക്യത്തിൽ അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരോ ജനത്തിന്റെ മൂപ്പന്മാരോ അവന്റെ അടുക്കൽ വന്ന്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. അവൾ ഉപദേശിക്കുന്നതിന്റെ കാര്യം മാത്രമല്ല അവരുടെ പ്രശ്നം. തലേ ദിവസത്തേത് തൊട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നിനക്ക് എന്താ അധികാരം? നിനക്കിത് പറയാനുള്ള അധികാരം എന്താ? കർത്താവ് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ
ഗുഹയാക്കിയിരിക്കുന്നു. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അവിടുത്തെ നടക്കുന്നത് പ്രാകാരത്തിൽ മണി എക്സ്ചേഞ്ച് നടക്കുന്നു. കാര്യം ദേവാലയത്തിൽ പണം ഇടണമെങ്കിൽ ദേവാലയത്തിന്റെ പണം വേണമല്ല. അപ്പൊ അതുകൊണ്ട് മറ്റു പൈസ കൊണ്ടതിലൂടെ ഉള്ളത് എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് നടത്തണം. എക്സ്ചേഞ്ച് നടത്തുമ്പോൾ അതിനകത്ത് കമ്മീഷനുണ്ട്. അതുവരെ കോൺട്രാക്ട് കൊടുത്തിരിക്കുക. എല്ലാം ബിസിനസ്സാണ്. പ്രാവുകൾ, അവിടെ അർപ്പിക്കേണ്ട പ്രാവുകൾ, അവിടെ അർപ്പിക്കേണ്ട മൃഗങ്ങൾ, ഇതിനെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. എവിടുന്ന് തന്നെ വാങ്ങിച്ചിരിക്കണം. ദേവാലയത്തിനകത്ത് തന്നെ വാങ്ങിച്ചിരിക്കണം. ഇറ്റ് ഇസ് എ മാർക്കറ്റ്, ഒരു ചന്തയായിരിക്കും. ശരിക്കും പ്രാകാരം എന്തിനാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജാതീയരായ ആളുകൾ വന്ന് യഹൂദന്മാരുടെ ആരാധന കണ്ട് ദൈവത്തെ അറിയുന്നതിനും, ഇത് ഈ പ്രാകാരം കൊടുത്തിരിക്കുന്നത് ആൾക്ക് ജാതികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന, അവരിവിടെ വന്ന് ദൈവത്തിന്റെ മഹത്വം കണ്ടു കഴിയുമ്പോൾ, വിശുദ്ധനായ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ അവർ കർത്താവിനെ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് ഈ പ്രാകാരം കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ സഭയ്ക്കുള്ളിലെ വിശുദ്ധി കണ്ട് അവൻ മാനസാന്തരപ്പെടണം. അതിനാ പ്രാകാരം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ ഇപ്പം ബിസിനസ്സാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവിടെ ഇപ്പൊ എന്താണ്? വിശുദ്ധ ചന്ത. വിശുദ്ധ ചന്ത എന്ന് പറയാൻ പറ്റില്ല. വിശുദ്ധി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു റിലീജിയസ് മാർക്കറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവത്തെ അന്വേഷിച്ച് വരുന്നവരും ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ദൈവത്തെ ഇട്ടു. നമ്മുടെ അവസ്ഥ അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല. നമ്മുടെ അവസ്ഥ വലിയ വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. എന്നെ കണ്ടിട്ട് ആളുകൾ യേശുവിനെ കാണുന്നത് പോലെ കാണണം. എന്നിട്ട് അവർ യേശുവിനെ അറിയണം. യേശു ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കണം. എന്റെ സഭയിൽ ഞാൻ വരുമ്പോൾ, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ വാസ്തവമായി ദൈവം ഇവരുടെ മധ്യേ ഉണ്ടെന്ന് അവര് പറയണം. പക്ഷെ ഇന്ന് പറയുമോ? പറയയില്ലെങ്കിൽ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. ഇന്ന് സഭയെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എന്താ പറയാൻ പറ്റുന്നത്? എന്റെ മാനസാന്തര അനുഭവത്തിൽ ഒരു ചെറിയ അനുഭവം. ഞാൻ മാനസാന്തരപ്പെടുന്ന കാര്യം ഞാൻ പറയാം. എനിക്കത് 12 വയസ്സ് കഴിഞ്ഞിട്ട് 12 years. പക്ഷെ 12 വയസ്സേ ഉള്ളെങ്കിലും അന്ന് തന്നെ ആഴ്ചയിൽ 2 പുസ്തകം വായിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ഈ 12ാമത്തെ വയസ്സിൽ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവർക്കൊന്നും അവർ പുസ്തകം വായനയൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തോ അന്ന് ഞാൻ വളരെയേറെ പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയും ഈ 12ാമത്തെ വയസ്സിൽ തന്നെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ട്രാക്റ്റും കൊണ്ട് 3 പേര് വന്നു. ട്രാക്റ്റും കൊണ്ട് 3 പേര് വന്നു. അവരെൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് എനിക്ക് കുറെ പുസ്തകങ്ങളും കൊടുത്തു. മാസികയും എമിച്ചെറിയ സാറിന്റെ സുവിശേഷ മാസികയൊക്കെ എനിക്കന്ന് അവർ പറഞ്ഞു, സാജു ഇത്രയും പുസ്തകമൊക്കെ വായിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇതൂടെ വായിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. വൈകുന്നേരം ഒരു വീട്ടിൽ വെച്ച മീറ്റിംഗ് ഉണ്ട്, വരണം. അപ്പൊ ഇവര് ബെന്തിക്കോസ്തുകാർ. ആദ്യമായി ഞങ്ങളുടെ നാട്ടിൽ ബെന്തിക്കോസ്തുകാരില്ലായിരുന്നു. ഇവരാണ് ആദ്യത്തെ ബെന്തിക്കോസ്തുകാർ. അവർ അവിടുത്തെ അവർ പുറത്തുനിന്ന് വന്നവരാണ്. പക്ഷെ ഇവർ വന്ന് തുടങ്ങിയതാണ് ബെന്തിക്കോസ്. അതിനുമുമ്പ് അവിടെ ബ്രദറുകാരുണ്ടായിരുന്നു. ബാക്കി എല്ലാം മർത്തോമക്കാര്. 5 മർത്തോമ പള്ളിയുണ്ട്, ഒരു ബ്രദറൻ ചർച്ചും. വേറെ ഒന്നും അവിടെ ഇല്ല. ബെന്തിക്കോസുകാരുണ്ട്. ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രം ഞാൻ ഈ മീറ്റിങ്ങിന് പോകാൻ തീരുമാനിച്ചു. വൈകുന്നേരം ക്യൂരിയോസിറ്റി, നമുക്കെല്ലാം ഉള്ള ഒരു ജിജ്ഞാസ. എന്തോ ഇവരെന്തോ ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇവരെന്തോ ഇവർ ഈ മീറ്റിങ്ങിന് വിളിച്ചല്ലോ, അത്രയും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീടിന്റെ വരാന്ത, അല്ലാതെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ അവിടെയൊക്കെ നോക്കി. എന്നാൽ ഇരിക്കാമെന്ന് വെച്ച് മുട്ടുമുടക്കാൻ തുടങ്ങി. ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലല്ല, എനിക്ക് അവിടെ ദൈവ സാന്നിധ്യം എനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റി. അവിടെ ഇരിക്കാനായിട്ട് ഞാൻ ചെന്നതാണ്. പക്ഷെ ഇവരുടെ മുഖത്തെ പ്രകാശം കണ്ടു കഴിഞ്ഞപ്പോൾ ഹാലോ ഒന്നുമല്ല, ഞാൻ മനസ്സിലാക്കി എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെയല്ല, ഞാൻ മാത്രം അശുദ്ധനാണ്, ഇവരെല്ലാവരും വിശുദ്ധരാണെന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ട് മുട്ടുമടക്കിയ ഞാൻ അവിടെ ഇരിക്കാതെ ആ വീടിന്റെ പുറത്ത് വൈകുന്നേരം രാത്രിയിലാണ് ഇറങ്ങി അവിടെ നിന്ന് ദൂരെ പോയി പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്കൊന്നും പറയാനൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞത് ആകെ പറയുള്ളൂ, ഞാനൊരു പാപിയാ ദൈവമേ, ഞാനൊരു പാപിയെ, ഇത്രേ പറയത്തുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ആരും എന്നെ കാണുന്നില്ല, ഇരുട്ടാ. അവിടെ നിന്ന് കരഞ്ഞ് ഒരു പരുവത്തിൽ ഞാൻ പിന്നെയും കയറി അവിടെ പോയിരുന്നു.
അവിടെ പോയി. അവിടെ പ്രസംഗിച്ച ആൾ പ്രസംഗിച്ചൊന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മനസ്സിലായി ഒന്നുമില്ല. പക്ഷെ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി. കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്രയും വലിയ സന്തോഷം? എനിക്ക് സന്തോഷമൊന്നുമില്ലല്ലോ. അവരെന്നോട് പറഞ്ഞു, സാജി, യു ആർ റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്, വൈ ഡോണ്ട് യു റീഡ് ബൈബിൾ? ഇത്രയും പുസ്തകമൊക്കെ നീ വായിക്കുന്നതല്ലേ, എന്തുകൊണ്ടാണ് ബൈബിൾ വായിച്ചുകൂടാ? ഞാനൊരു വലിയ ചലഞ്ചായിട്ട് എടുത്തു. വീട്ടിൽ ചെന്ന് ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബൈബിൾ. 2.5-3 മാസം മുമ്പായിട്ട് ഓൾമോസ്റ്റ് ബൈബിൾ മുഴുവനും ഞാൻ വായിച്ചു. അതാണ് എൻ്റെ മാനസാന്തരം. ഒരു സഭയിൽ കടന്നു ചെന്നപ്പോൾ ആ സഭയിൽ ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യമാണ് എന്നെ വിശ്വാസിയാക്കിയത്. ആ ദൈവ സാന്നിധ്യം എന്നെ പാപബോധത്തിലേക്ക് നയിച്ചു. പാപബോധം ഉണ്ടായപ്പോൾ എനിക്ക് അനുതാപം ഉണ്ടായപ്പോൾ ഞാൻ പാപം ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് എന്റെ പാപത്തെ ക്ഷമിച്ചു തന്നു. ഞാനൊരു ദൈവ പൈതലായി. നമ്മുടെ ഏത് സഭകളിൽ ചെന്ന് ഇന്ന് പാപികൾ അലറി കരഞ്ഞുകൊണ്ട് ഞാനൊരു പാപിയാണെന്ന് പറയുന്നു. അതാണ് സഭ, അതാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന സഭ. ഒരു അവിശ്വാസി ഈ സഭയിലേക്ക് കയറി വരുമ്പോൾ പാപബോധത്താൽ അവൻ അലറി കരയുവാൻ കഴിയണം. അത്രയ്ക്കും ദൈവ സാന്നിധ്യം ഉണ്ടാകണം. പക്ഷെ അത് ഉണ്ടാകണമെങ്കിൽ ഇത് മാർക്കറ്റ് ആകരുത്. അതുണ്ടാകണമെങ്കിൽ ഇവിടെ വിൽപ്പന ഉണ്ടാകരുത്. അതുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഒരു റിലീജിയസ് മാർക്കറ്റ് ആക്കരുത്. ഇവിടെ എന്തുണ്ടാകണം? ദൈവ സാന്നിധ്യം. അതിനാണ് ജാതികളുടെ പ്രാകാരം പണിതത്. ജാതികളുടെ പ്രാകാരത്തിൽ ജാതികൾ വന്നു നിൽക്കുമ്പോൾ അവർ ദൈവ സാന്നിധ്യം കാണാനിടയാണ്. ഒരു വിജാതിയൻ ഈ സഭയിലേക്ക് കടന്നു വന്നാൽ, ഒരു സമുദായക്കാരൻ ഈ സഭയിലേക്ക് കടന്നു വന്നാൽ ഇവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, അതിപ്പോ നിങ്ങൾ ആരെയും കുറ്റമൊന്നും പറയണ്ട, നിങ്ങളോട് ചോദിക്കണം. ഞാൻ മുഖേന ഇവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ എനിക്കും ഈ കടന്നു വരുന്നവർക്കും കഴിയുമോ? ഇതൊരു വിശുദ്ധ സ്ഥലമാണ് എന്നുള്ള ബോധ്യം എനിക്കതാ തോന്നിയത്. It's a holy place and I felt I am misplaced and I was the only, ഞാൻ മാത്രമാണ് അവിടെ പാപിയായിട്ട്. All these people are saintly people and I was the only unholy man. That was my understanding, that was my feeling. എനിക്കന്ന് തോന്നിയ, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഇതാണ്, ഞാനൊരു പാപിയാണ്. അതാ ഞാൻ പോയി, എനിക്ക് അവിടെ നിന്ന് കരയാൻ എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ എനിക്ക് തോന്നാഞ്ഞത് കൊണ്ട് ഞാൻ പുറത്തു പോയി ഒച്ചത്തിൽ കരയുക, ഞാനൊരു പാപിയാണ്. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഇത് കണ്ടപ്പോഴാണ് ഇത്രയും രോഷാകുലനായത്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. വേറെ എന്തെല്ലാം കാര്യങ്ങൾ അവൻ കണ്ടു. അവൻ പുറത്തെ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു അല്ലേ? റോമൻ പടയാളികളുടെ എത്ര ക്രൂരതകൾ അവൻ കണ്ടു. അന്നേരം ഒന്നും യേശു ഇത്രത്തോളം ഇമോഷണൽ ആയിട്ടില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ പിതാവിന്റെ ആലയം, എൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ട ആലയം മാർക്കറ്റ് പ്ലേസ് ആയപ്പോൾ അവനവന്റെ വികാരങ്ങളുടെ വേലിയേറ്റം അവനുണ്ടാവുകയാണ്, അവന്റെ എരിവ്. അവിടെ പറഞ്ഞേ, എൻ്റെ ആലയത്തെക്കുറിച്ച്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളൻ. നമ്മുടെ സഭയെ കുറിച്ചുള്ള ആ ഒരു ബോധ്യം. This is what is needed in these days. ഇത് നമ്മൾ ആരെയും കുറ്റം പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. കുറ്റം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതല്ല ആവശ്യം. എനിക്ക് എന്ത് രൂപാന്തരം ആവശ്യം? ഞാൻ രൂപാന്തരപ്പെടേണ്ടത് ഏത് മണ്ഡലങ്ങളിലാണ്? എവിടെയാണ് എൻ്റെ വിശുദ്ധിക്ക് പാളിച്ച പറ്റിയിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിന് എവിടെയാണ് പാളിച്ച പറ്റിയിരിക്കുന്നത്? അത് തിരിച്ചറിഞ്ഞ് ഒരു വ്യതിയാനത്തിൽ നമ്മൾ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ സഭയിലേക്ക് കടന്നു വരുന്ന പാപികളായ ആളുകൾ അലറി കരഞ്ഞുകൊണ്ടിവിടെ വീഴും. പാപബോധമുള്ളവരായിത്തീരും, അനുതാപമുള്ളവരായിത്തീരും. പക്ഷേ വരുന്നവർക്ക് മാത്രമല്ല അനുതാപം ഉണ്ടാകേണ്ടത്, ഇവിടെ ഇരിക്കുന്നവർക്ക് ആദ്യം അനുതാപം ഉണ്ടാകേണ്ടത്. എനിക്കും നിങ്ങൾക്കുമാണ് ആദ്യം അനുതാപം ഉണ്ടാകേണ്ടത്. അഭിനയിക്കുന്നവൻ അനുതാപം ഉണ്ടാകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദോസം വായിച്ചൊരു കൈവക്കാൻ പറഞ്ഞപ്പോൾ കൈവക്കാത്തവരെ ഞാൻ അഭിനന്ദിച്ചതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ അവരെന്ത് ചെയ്യുന്നില്ല? അഭിനയിക്കുന്നില്ല. That's what is needed. അഭിനയിക്കരുത്.
യേശു കർത്താവിന് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്ന കാര്യമാണ് പ്രിട്ടൻഡൻസ് എന്ന് പറയുന്നത്. പ്രിട്ടൻഡൻസ്. പക്ഷെ ഈ പ്രിട്ടൻഡ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇവിടെ ഈ അധ്യായത്തിലും അതിന്റെ അടുത്ത അധ്യായത്തിൽ 22-ാം അധ്യായത്തിന്റെ ആദ്യമായിട്ട് കാണുന്ന ഉപമകളുണ്ട്. ആ ഉപമകളില് ഒന്നാമത്തെ ഉപമ പറയുന്നതിന് മുമ്പേ തന്നെ പറയുന്ന ഏകദേശം ഉപമ എന്ന രീതിയിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവന് അത്തിയെ ശപിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് 17-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ അവരെ വിട്ട് നഗരത്തിൽ പുറപ്പെട്ടു ബഥാന്യയിൽ അവിടെ രാത്രി പാർത്തു. അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്കെ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഇതൊരു സിമ്പലാ, ഒരു സിമ്പലാ. അതായത് ദേവാലയത്തിലെ ശുദ്ധീകരണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവന് വിശന്നപ്പോൾ അത്തിയിലേക്ക് നോക്കി, അത്തിയിൽ ഫലം കാണായികയാൽ ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. അതായത് ഈ ഫിഗ് ട്രീയുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ നമുക്ക് ഹിമാചലിലൊക്കെ ഞാൻ നമ്മളെ മിഷന് പലപ്പോഴുള്ളതുകൊണ്ട് ഞാൻ അവിടെ മിക്കവാറും പോകുമ്പോഴൊക്കെ ഈ ആപ്പിളിന്റെ ഒരു പ്രത്യേകത, ആപ്പിളിന്റെ സീസൺ എന്ന് പറയുന്നത് ആദ്യം, അതായത് റിയൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ആപ്പിളൊക്കെ അതിനകത്ത് കാണും, കുറച്ച് ആപ്പിൾ. അപ്പൊ ഇലയെല്ലാം തളർത്തിരിക്കും, പക്ഷെ അതിന്റെ ഇടയ്ക്കെല്ലാം എന്ത് കാണും? ആപ്പിൾ കാണും. അത് സ്വീറ്റ് ആപ്പിളാണ്, കുറെ കൂടെ നല്ല ആപ്പിൾ. നമ്മള് ഫിഗ് ട്രീയുടെ കാര്യം പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട് അത്തിയുടെ തലക്കനി എന്ന് പറയുന്ന ഫസ്റ്റ് ഫ്രൂട്ട്. ഈ ഫസ്റ്റ് ഫ്രൂട്ട് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല മൂടിയിരിക്കുമ്പോൾ ആ ഇലയുടെ കീഴെ എന്തുണ്ടാകും? അത്തി ഉണ്ടായിരിക്കും. ആ അത്തി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള അത്തിയാണ്, വലിയ അത്തിപ്പഴമാണ്. അതിന്റെ സീസൺ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുമ്പോഴാണ് ഇല പോലും കാണാൻ കഴിയാത്തതുപോലെ അത്തിപ്പഴം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മള് ഇതേ പാസേജ് തന്നെ വേറെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നുണ്ട് അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും അത്തിപ്പഴത്തിന്റെ കാലം അല്ലാത്ത സമയത്ത് പഴം കാണാഞ്ഞിട്ട് ഇതിനെ ശപിച്ചതെന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? അത്തിപ്പഴത്തിന്റെ കാലമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഫ്രൂട്ടിന്റെ സമയമാണ്, അല്ലാതെ ഇല കാണാത്തതുപോലെ മുഴുവനും നിറഞ്ഞിരിക്കുന്ന സമയമല്ല. അതുകൊണ്ടാണ് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ ഓഫ് ഫിഗ്സ്. അതായത് ഫിഗിന്റെ സീസൺ എന്ന് പറയുന്നത് ഇല പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അത്തി പഴം മൊത്തമായിട്ട് മൂടിയിരിക്കുന്ന കാര്യമാണ്. ആ കാലമല്ല. പക്ഷേ അത്തിയുടെ ഇല തളിർത്തിരിക്കുമ്പോൾ അതിനടിക്ക് എന്തുണ്ട്? പഴമുണ്ട്. അങ്ങനെ എന്റെ ഇലയുടെ കീഴിൽ ഫലമുണ്ടെന്ന് ഈ അത്തിവൃക്ഷം ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തില്ല? ഫലമില്ല. ഫലമില്ലാതെ വന്നപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു? ഉണങ്ങിപ്പോട്ടെ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കായ്ക്കാത്ത വൃക്ഷം, അതിനെ ഇനി വളർത്തിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അത് പൊക്കോട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള പാസേജിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഫലം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഫലമില്ലാതെ ഫലമുണ്ടെന്ന് അഭിനയിക്കുകയാണെങ്കിൽ, ഇവിടെ അത്തിവൃക്ഷത്തിന്റെ പ്രത്യേകത ഏതാണ്? ഇല കാണിച്ച് അതിന്റെ അടിയിൽ ഫലമുണ്ടെന്ന് അഭിനയിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഫലം ഇല്ലാതിരിക്കുന്നതുമായ സാഹചര്യത്തിൽ അത്തിവൃക്ഷം ഉണങ്ങിപ്പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ഓർക്കേണ്ട കാര്യം. വലിയ പാട്ടുകൊണ്ടും ആരാധന കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ആത്മീകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്നാൽ അകത്ത് ഫലമില്ലെങ്കിൽ കർത്താവ് ഒരു പരിധി വരെയൊക്കെ സഹിച്ചെന്നിരിക്കും. ഒടുവിൽ എന്ത് ചെയ്യും? ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെ വെട്ടി തീയിലിട്ട് കളയും. എന്റെ ചിന്ത, ഈ അന്ത്യകാലയളവിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു ന്യായവിധിയുടെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ന്യായവിധി ആർക്കാ? ന്യായവിധി ഇവിടെ വരുന്നത് ആർക്കാ? ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ. അല്ലെങ്കിൽ ഇവിടെ എല്ലാ അത്തിയും ഉണങ്ങിപ്പോകാൻ കർത്താവ് പറഞ്ഞു?
ഇല്ല. ഈ ഒരു പർട്ടിക്കുലർ അത്തിയുടെ പ്രശ്നം ഇതാണ്. അഭിനയിക്കുന്ന അത്തിവൃക്ഷം, അഭിനയിക്കുന്ന അത്തിവൃക്ഷമാണ് ഉണങ്ങിപ്പോകുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് നാളെ സംഭവിച്ചുകൂടായികയില്ലെന്നല്ല, സംഭവിക്കും. ഇഫ് യു കീപ് ഓൺ പ്രിറ്റൻഡിങ്, വീണ്ടും വീണ്ടും ആത്മീകം അഭിനയിക്കുകയും യഥാർത്ഥത്തിൽ യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ അത് എനിക്കും സംഭവിക്കാൻ പോകുന്നതാണ്. കർത്താവിനെ അഭിനയിക്കുന്ന ഒരു സാരിവിനെ വേണ്ട. അഭിനയിക്കാൻ അധികം കാലം കഴിയില്ല. ആത്മീകം അഭിനയിക്കുന്ന ഒരു വ്യക്തിയാകുവാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നെ കുറിച്ച് ദൈവം അത് ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങളെ കുറിച്ച് ആരെ കുറിച്ചും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ആത്മീകം അഭിനയിക്കുന്നത് നിർത്തുക. ഒന്നിട്ടേച്ചു പോകും. ജീവിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്ന അനുസരിച്ച് ജീവിക്കണം. ജീവിക്കുകയാണെങ്കിൽ യേശുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കണം. അഭിനയിക്കരുത്. അതാണ് നമ്മളവിടെ ആദ്യം കാണുന്നത്. അതിനുശേഷം അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോഴാണ് അവർ വന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് ആരാ അധികാരം തന്നെ? നിന്റെ ക്രെഡൻഷ്യൽസ് എന്താണ്? നിനക്ക് കൗൺസിലിൽ നിന്നുള്ള ഓർഡിനേഷൻ ഉണ്ടോ? നിനക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? സെന്നദ്രി സംഘത്തിൽ നിന്ന് നിന്നെ ഇവിടെ ആക്കിയിട്ടുണ്ടോ? നീ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ സഭയ്ക്കെതിരായിട്ട് പറഞ്ഞല്ലോ. സെന്നദ്രി സംഘത്തിന്റെ ഓർഡിനേഷൻ നിനക്കുണ്ടോ? അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് നിന്റെ കയ്യിലുണ്ടോ? കർത്താവ് ചോദിച്ചു, യോഹന്നാൻ എന്താ ഉണ്ടായിരുന്നത്? അതാണ് നമ്മളിവിടെ കാണുന്നത്. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ? അവൻ അങ്ങനെ ആലോചിച്ചില്ല. സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അതായത് മനുഷ്യരിൽ നിന്നല്ലാത്ത ഒരു അധികാരത്തെ കുറിച്ച് അവരുടെ മനസ്സിലേ വന്നത്. മനുഷ്യരിൽ നിന്നോ അല്ലാത്ത ഒരു അധികാരത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ അധികാരം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നായിരുന്നു. മനുഷ്യർ കൊടുത്തതല്ല, സഭ കൊടുത്തതല്ല, പള്ളി കൊടുത്തതല്ല. ആര് കൊടുത്തതാണ്? ദൈവം കൊടുത്തതാണെന്ന് അവിടെ പറയുകയാണ്. ദൈവം കൊടുത്തതാണ്. സഭയുടെ ഓർഡിനേഷനോ സർട്ടിഫിക്കറ്റോ ഞാൻ എതിര് പറയുമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ സ്വർഗത്തിന്റെ അഭിഷേകമില്ലാതെ ഒരാൾക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആവശ്യമായിരിക്കുന്ന സ്വർഗത്തിന്റെ അഭിഷേകമാണ്. അവിടെ നിന്ന് അവർ പറയുന്നു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു, എന്നാൽ ഞാനും എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞ ഉപമ നമ്മൾ കാണുന്നത്. മനസ്സില്ല എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി അനുദപിച്ച് പിന്നീട് മടങ്ങിപ്പോകുന്നു. എന്നാൽ രണ്ടാമത്തവൻ എന്താണ്? അവൻ അഭിനയിക്കുന്നവനാണ്. അനുദപിക്കുന്നവനും അഭിനയിക്കുന്നവനും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു ഉപമ കേൾപ്പി. 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിന് ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. കർത്താവ് യഹൂദ സഭയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഭയെ കുറിച്ച് തന്നെ. കർത്താവ് വില കൊടുത്തു. അതായത് ഇതെല്ലാം ചെയ്യുന്നത് കർത്താവ്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, വേലി കെട്ടി, ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പരമേൽപ്പിച്ചു. സഭ ഉണ്ടാക്കിയത് ആരാ? കർത്താവ്. കർത്താവ് തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് ഉണ്ടാക്കിയ സഭയാണ്. ആ സഭ അവന് ഫലം തിരിച്ചു കൊടുക്കുന്നില്ല. യേശു എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു, പക്ഷെ ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്തു? അവൻ എന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫലം തിരഞ്ഞു. അവിടെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതാണ്, ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങുന്ന ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് വളരെ അധ്വാനിച്ചിട്ടാണ് നമ്മളെയൊക്കെ ഈ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കിയത്. അവൻ തീർച്ചയായും നമ്മിൽ നിന്ന് ഫലം തിരയുന്നുണ്ട്. നമ്മൾ യേശുവിന്റെ ജീവിതം അതാണ് ഫലം എന്ന് പറയുന്നത്. എന്താ ഫലം? മാവിന്റെ ഫലം എന്താണ്? മാങ്ങ ഇല്ലേ? മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാകും, തെങ്ങിൽ നിന്ന് തേങ്ങ ഉണ്ടാകും എന്നതുപോലെ യേശുവിൽ നിന്ന് ജനിച്ചവനിൽ ഉണ്ടാകേണ്ടത് യേശുവിന്റെ സ്വഭാവമാണ്.
അപ്പൊ യേശുവിന്റെ സ്വഭാവം എന്നിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വന്നു നോക്കുമ്പോൾ പിശാചിന്റെ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ആ ഉപമയുടെ അവസാനം കാണുന്നതെന്നറിയാമോ? ഒത്തിരി കാര്യങ്ങളുണ്ട്. ദാസന്മാരെ അയച്ചു, അവർ റിബല്യസ് ആയിരുന്നു. കുടിയന്മാര് അവരെ തല്ലി, ചിലരെ പറഞ്ഞു വിട്ടു. സ്വന്തം മകനെ അയച്ചു. ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്വന്തം മകനെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കൊന്നു കളഞ്ഞു. എന്നാൽ 40-ാമത്തെ വാക്യത്തിൽ, ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? അവൻ ആ വല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്നവനോട് പറഞ്ഞു. ദൈവം നമ്മിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു. ആ ഫലം കൊടുത്തില്ലെങ്കിൽ നമ്മളെ നമ്മുടെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. അവൻ വേറെ വല്ലവരെയും അത് ഏൽപ്പിക്കും. ഇത് യഹൂദന്മാരുടെ നേതാക്കന്മാരോട് പറയുന്നതാണ്. പക്ഷേ യഹൂദന്മാരുടെ നേതാക്കന്മാരോട് മാത്രമല്ല, നമ്മളോട് ഇതുപോലെ തന്നെ. യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ചെയ്തതിന്റെ എത്രയോ മടങ്ങ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ചക്ക് വെച്ചു, ചക്ക് നിർമ്മിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? അവൻ സ്വന്തം ജീവനെ നൽകി. അങ്ങനെ അവൻ ഉണ്ടാക്കിയ സഭ, ആ സഭയിൽ നിന്ന് അവൻ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് കർത്താവ് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് എന്ത് പുറത്തു വരണമെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ത് പുറത്ത് വരരുതെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നുണ്ട്. കുടുംബത്തിലെ വിശ്വസ്തത. ഇന്ന് പലപ്പോഴും കുടുംബങ്ങളിൽ വിശ്വസ്തതയില്ല. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിശ്വസ്തരല്ലാതിരിക്കുന്നു. പിന്നെയും വരും പള്ളി, പ്രാർത്ഥിക്കും, പാട്ടുപാടും, അഭിനയിക്കും, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കും, കുടുംബകലഹം. പിന്നെയും വരും, രണ്ടുപേരും വരും, തിരുവത്താഴം എടുക്കും, അടിയുണ്ടാക്കിയേച്ച് അഭിനയിക്കുക. ഇവിടെ വരുമ്പോ എല്ലാം കാണിച്ചിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുകയാണ്. അധികം കാലം ഇത് നിൽക്കത്തില്ല കേട്ടോ. ഇത് അധികം കാലം നിൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അവൻ നിങ്ങളെ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയും. എന്നിട്ട് ഫലം കൊടുക്കുന്നവൻ ഇവിടെ കയറ്റിയിരുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശബ്ദം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയണം. അഭിനയം നിർത്ത്. ഉള്ളിൽ കോപം വെച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ പകയ്ക്കുക, സ്നേഹിക്കാതിരിക്കുക, കള്ളത്തരം കാണിക്കുക, കള്ളം പറയുക, മറ്റുള്ളവരെ പീഡിപ്പിക്കുക, ഇതെല്ലാം കാണിച്ചിട്ട് വീണ്ടും സഭയിൽ വന്ന് പാട്ടുപാടി തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവനെ കർത്താവ് ഇതിനകത്ത് നിന്ന് നീക്കിക്കളയും. ഫലം കൊടുക്കുന്നവനെ ഇവിടെ കയറ്റിയിരുത്തും. കർത്താവ് പറയുന്ന അതാണ്. ആ വല്ലാത്തവരെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയന്മാർക്ക് തോട്ടം ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറയുക. അടുത്ത അധ്യായത്തിലും അത് തന്നെയാണ് കാണുന്നത്. 22-ാം അധ്യായത്തിലും കല്യാണത്തിന് ക്ഷണിച്ചവരെ, അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടത് ദാസന്മാരെ അയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. പിന്നെയും ദാസന്മാരെ അയച്ചു, അവരെ ക്ഷണിച്ചു. അവരത് കൂട്ടാക്കാതെ ഓരോരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. രാജാവിന്റെ കല്യാണത്തെക്കാൾ വലുത് കാശുണ്ടാക്കുന്നതാണെന്ന് അവൻ ചിന്തിച്ചു. കല്യാണത്തിന് രാജാവിന്റെ മകന്റെ കല്യാണത്തിന് വിളിച്ചോ പറഞ്ഞു, പിന്നെ എന്റെ തോട്ടത്തിൽ ആരാ പോകുന്നത്? ഞാൻ അധ്വാനിച്ചാലേ എനിക്ക് വല്ലതും കിട്ടത്തുള്ളൂ. താൻ തന്റെ വ്യാപാരത്തിലേക്ക് പോയി കളഞ്ഞു. നമ്മുടെ പ്രൊഫഷൻ ആവശ്യമാ, ബിസിനസ് ആവശ്യമാ, പക്ഷേ ദൈവരാജ്യം വിട്ടുള്ള കളിയൊന്നും വേണ്ട. നിങ്ങളുടെ പ്രൊഫഷൻ ദൈവരാജ്യത്തിന് യോജിക്കുന്നതല്ലെങ്കിൽ കളഞ്ഞേച്ചു പോവും.
നിങ്ങളുടെ ബിസിനസ്സിൽ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ ആ ബിസിനസ് വേണ്ടാന്ന് വെക്കണം. അതിന് സ്വത്രം എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നു കളഞ്ഞു. വിളിക്കാൻ പോയവനെ അപമാനിച്ചു. മോനെ, രാജാവ് നോക്കിയിരിക്കുക, നിന്റെ ഈ പണി കളഞ്ഞു വെച്ച് കർത്താവിന്റെ അടുത്തോട്ട് വാടാന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ അവനെ അപമാനിക്കും, അവനെ കൊന്നു കളയും. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ഇനി ഞാനിവിടെ പറഞ്ഞത് ഒരു ന്യായവിധിയുടെ ദൂത, എനിക്കറിയാം. പക്ഷെ അല്ലാതെ എന്താ പറയണ്ടേ? ആരെങ്കിലും പറയണ്ടേ? വന്ന് സുഖിപ്പിച്ചിട്ട് പോയാൽ പോരാല്ലോ. അഭിനയിക്കുന്നവൻ തന്റെ അഭിനയം നിർത്തണം, അനുതപിക്കുന്നവനാകണം. ഈ അനുതാപം ചന്തകളിലെ പാപികൾക്ക് വേണ്ടി മാത്രമുള്ള അനുതാപമല്ല. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഉമ്മയിൽ ആരാ അനുതപിക്കുന്നത്? സ്വന്തം മകൻ. അനുതാപം മകനുണ്ടാകണം. ഹല്ലേലൂയ. നമ്മളോട് ചോദിച്ചേ, എന്റെ ജീവിതം എങ്ങനെയാ? അഭിനയിക്കുന്ന ജീവിതമാണോ അനുതപിക്കുന്ന ജീവിതമാണോ? ആത്മീയം അഭിനയിക്കുന്നവരെ കൊണ്ട് ഇന്ന് സഭ നിറഞ്ഞിരിക്കുക. അതാ ഇത് ചന്തയായി പോയത്. അതുകൊണ്ടാ നാട്ടുകാർക്ക് ബഹുമാനമില്ലാത്തത്. അതുകൊണ്ടാ ജാതികൾ ഈ പ്രാകാരത്തിൽ വന്നിട്ട് ഇതാണോ ദൈവം എന്ന് ചോദിച്ചു പോകുന്നത്. പണ്ട് ഒരു വിജാതീയനോ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ കവണ്ട് വീണ് വാസ്തവമായി ഇവരുടെ മധ്യത്തിൽ ദൈവം ഉണ്ടെന്ന് പറയുമായിരുന്നു. അവരുടെ ജീവിതം കൊണ്ട് അവർ യേശുവിനെ വെളിപ്പെടുത്തിയിരുന്നു. എന്റെ ഓഫീസിലുള്ളവർ പറയുമോ ഇവൻ വാസ്തവമായി ഒരു ദൈവ പൈതലാണെന്ന് പറയുമോ? എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറയുമോ ഇവൻ വാസ്തവമായി ഒരു ദൈവ പൈതലാണെന്ന് പറയുമോ? എന്റെ അയൽവക്കത്തെ ഫ്ലാറ്റിലുള്ളവർ പറയുമോ ഇവൻ വാസ്തവമായി ഒരു ദൈവ പൈതലാണെന്ന് പറയുമോ? എന്നെ കണ്ട് ജാതികളെ പ്രാകാരത്തിലേക്ക് വിളിച്ചിരിക്കുന്നതിന് എന്താണ്? ആലയത്തിന്റെ മഹത്വം കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് കവന്നു വീഴുവാൻ വേണ്ടിയാണ് ആലയം പണിതിരിക്കുന്നത്. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതിനാ കർത്താവ് സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്തിനാ? സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ പണിതിരിക്കുക കർത്താവ് സഭയിൽ. സ്വർഗം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ സഭ. സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ നമ്മൾ പറയുമല്ലോ, സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പ്, അതാണ് സഭ. അവിടെ കടന്നു വരുന്നവൻ ദൈവത്തിന്റെ വിശുദ്ധി കാണണം. അവിടെ കടന്നു വരുന്നവൻ ദൈവികത ഇവിടെ തിരിച്ചറിയണം. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവനെ തന്നെ ഒരുക്കണം. പാപബോധമുള്ളവനായി തീരണം. എന്റെ ജീവിതം കൊണ്ട് ഒരു വ്യക്തിയും യേശുവിനെ കാണുന്നതിനൊരു തടസ്സമുണ്ടാകുവാൻ അഭിനയിക്കുന്നത് നിർത്ത്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് തിരുവത്താഴത്തിൽ പങ്കെടുക്കരുത്. കോപവും ക്രോധവും ശാഠ്യവും. നിങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കുന്നുണ്ടോ? 18 മുതലുള്ള വാക്യങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികൾ വായിച്ചിട്ട് ഇതിനകത്ത് എത്ര എണ്ണം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നോക്കണം. പക്ഷെ ഇപ്പൊ അതുപോലെ ഇതിലേതാ ഇല്ലാത്തതെന്ന് നോക്കണം. ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, എന്തോ ഇല്ലാത്തത്. എന്നിട്ട് വരിക അഭിനയിക്കാൻ വേണമെങ്കിൽ ഉപവാസം എടുക്കും. എന്ത് ചെയ്യും ദൈവം? അഭിനയിക്കുന്നവനെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും. ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാ: അഭിനയിക്കുന്നത് നിർത്ത്, അനുതപിക്കാൻ പഠിക്കുക. അനുതാപം കണ്ണീരിൽ ഒതുങ്ങരുത്, അനുതാപം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. എന്റെ ജീവിതം ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. ഈ ഭൂമിയിൽ യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ കർത്താവ് എന്നെ ഇവിടെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം എന്നെ കണ്ടിട്ട് യേശുവിനെ കാണണം ജനങ്ങൾ. എന്റെ ജീവിതത്തിലൂടെ യേശുവിനെ കാണണം. കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം. ഹല്ലേലൂയ.
ദൈവസന്നിധിയിൽ അനുതപിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവെ പല സമയത്തും ആ ജെനുവിനിറ്റി എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, പല സമയത്തും കർത്താവെ ആ സിൻസിയറിറ്റി, എന്റെ ആ ആത്മാർത്ഥത എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, പല സമയത്തും ഞാൻ ആത്മീയനാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും എന്റെ രഹസ്യ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ആത്മീയത സൂക്ഷിക്കാൻ കഴിയുന്നില്ല. പല സമയത്തും എന്നിൽ കോപത്തിന്റെ ഭാവങ്ങൾ ബാക്കി കിടക്കുന്നു. എന്റെ നാവിൽ പലപ്പോഴും അരുതാത്ത വാക്കുകൾ വരുന്നു. എന്റെ ജീവിതത്തിൽ പലപ്പോഴും മോഹങ്ങൾ കടന്നു വരുന്നു. അനുതപിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കുക, എത്ര പേര് അനുതപിക്കുവാൻ മനസ്സുള്ളവരുണ്ട്? എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം, ഈ ഒരു നിമിഷം കൊണ്ട് കാര്യം തീരരുത്, അതല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും ദൈവസന്നിധി നമുക്കൊന്ന് പറയാം, കർത്താവെ ഞാൻ അനുതപിക്കുന്നു. ഞാൻ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി രക്തം കൊടുത്ത്, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്ത കർത്താവിനെ വേദനിപ്പിച്ചു പോയി. ഞാൻ റിബല്യസ് ആയി പോയി, ഞാൻ ചെയ്യരുതാത്ത കാര്യം ചെയ്തു പോയി എന്ന് എത്ര പേര് പറയും? എനിക്ക് വേണ്ടി രക്തം കൊടുത്ത യേശുവിന്റെ ആ ജീവിതം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടത് ആവശ്യമാണ്. അഭിനയിക്കുന്ന മകനാകരുത്. പരീശന്മാരും ശാസ്ത്രിമാരും പോകാം യജമാനനെ എന്ന് പറഞ്ഞു പോയില്ലാതാനും നമ്മൾ അവരെ പോലെ ആകരുത്. പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല, പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല. ആവശ്യമായിരിക്കുന്നത് അനുതാപമാണ്, പ്രാർത്ഥനയാണ്, അനുതാപമാണ്, വിശുദ്ധ ജീവിതമാണ്, മടങ്ങിവരവാണ്, ഒരു പുതിയ ജീവിതമാണ്. എത്ര പേര് പറയും ദൈവസന്നിധിയിൽ വാതുളന്ന് കർത്താവിനോട് പറയേ, കർത്താവേ ഞാൻ അനുതപിക്കുന്നു, കർത്താവേ ഞാൻ ഇനി അഭിനയിക്കയില്ല, കർത്താവേ എനിക്കൊരു വിശുദ്ധ ജീവിതം വേണം. എന്റെ ജീവിതം കണ്ട് ജാതികളുടെ പ്രാകാരത്തിൽ യഹോവയുടെ മഹത്വം കാണുവാൻ ഇടയായതുപോലെ കർത്താവേ എന്റെ ജീവിതം കണ്ട് ആളുകൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവെ ഞാൻ ഇതിനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ എന്റെ ജീവിതം ഒരാൾക്കും നിന്റെ മഹത്വം കാണുന്നതിനൊരു തടസ്സമാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അഭിനയിക്കുകയില്ല കർത്താവെ, ഞാൻ അനുതപിക്കുന്നു. എനിക്കൊരു പുതിയ ജീവിതം ആവശ്യമുണ്ട്. കരങ്ങളെ ഉയർത്തി ദൈവസന്നിധി നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവെ ഒരു അനുതപിക്കുന്ന മകനാകുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ. ഞാൻ പലപ്പോഴും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി രക്തം തന്ന് കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച യേശുവിന്റെ ജീവിതത്തെ വിഷമിപ്പിക്കുന്ന കർത്താവെ അനുഭവം പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. ഇനി നിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നീ എന്നിൽ നിന്ന് ഫലം തിരയുകയാണല്ലോ. നീ ഫലം തിരയുമ്പോൾ കർത്താവെ അഭിനയിക്കുന്നവനാകുവാനല്ല, യഥാർത്ഥത്തിൽ ഫലം കായ്ക്കുന്ന മകനാകുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ.